Role of foreign capital in Indian financial system. So in this topic we will be discussing about how important foreign capital is to the Indian financial system. ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് നേഷനാണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ബീയിങ് എ ഡെവലപ്പിംഗ് നേഷൻ, ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ ഫ്ലോസ് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഓൺ ഇന്ത്യൻ എക്കോണമി. അതായത് നമ്മുടെ ആ ഒരു ഗ്രോയിങ് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും ഈ ഡൊമസ്റ്റിക് ഫണ്ടിങ് മാത്രം മതിയായി എന്ന് വരില്ല. നമുക്ക് ആ സമയത്ത് എന്തും കൂടെ ആവശ്യം വരുന്നുണ്ട്, ഇൻ്റർനാഷണൽ ഫണ്ടിങ്ങിൻ്റെയും ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ ഫ്ലോസ് എന്നുകൊണ്ട് എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ തന്നെയാണ്. ഇനി ഈ ഇന്ത്യയിലത്തെ ആദ്യത്തെ ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം കുറേ ഒരു 200 വർഷത്തോളം ഇന്ത്യയെ ഭരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ബ്രിട്ടീഷിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യയെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലത്തെ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ ആദ്യത്തെ FDI എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ ഒരു ആദ്യത്തെ FDI നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര രസകരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ വളരെ പോസിറ്റീവായി കാണുന്ന ഒരു FDI ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നില്ല. കാരണം അവർ നമ്മുടെ മുകളിൽ ഒരു അധികാരം ഏൽപ്പിക്കുന്ന പോലെയായിരുന്നു ഇവിടുത്തെ എല്ലാ ഇൻഡസ്ട്രീസിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുന്നുണ്ടെങ്കിലും ആ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ആവുകയും നമുക്കൊന്നും അതിൽ യാതൊരു പവറും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതായത് അവർ നമ്മളെ ഭരിക്കുന്ന ഒരു പ്രതീതി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതുകൊണ്ട് ആ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ട് യാതൊരു എക്കണോമിക് ബെനിഫിറ്റും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷേഴ്സുമായിട്ടുള്ള ട്രേഡ് റിലേഷൻസുമായിട്ട് നമുക്ക് യാതൊരു പോസിറ്റീവ് എക്കണോമിക് ബെനിഫിറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ ഒരു FDI എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് ഒരു നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവുകയും ഈ ബ്രിട്ടീഷ് ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ നമ്മൾ എക്സ്പ്ലോയിറ്റേഴ്സായിട്ട് കാണുകയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത്ര വലിയ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻസ് ലഭിച്ചപ്പോൾ നമ്മൾ മെയിനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫണ്ടിങ്ങൊക്കെ നമ്മൾ സ്വയം ചെയ്യുക, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ഫണ്ടുകൾ പൂൾ ചെയ്യുക, നമ്മുടെ ഇമ്പോർട്ടൻസ് എല്ലാം നമ്മൾ പ്രൈമറി മാർക്കറ്റിന് കൊടുക്കുക അല്ലെങ്കിൽ പ്രൈമറി സെക്ടേഴ്സിന് കൊടുക്കുക. പ്രൈമറി സെക്ടേഴ്സിനോട് ഉദ്ദേശിക്കുന്ന അഗ്രികൾച്ചർ സെക്ടറിനായിരുന്നു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മുടെ ആ ഒരു എക്കണോമിക് പ്ലാൻ നമ്മൾ ആദ്യം ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യ വളരാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യയുടെ ഡ്രീമും വളരാൻ തുടങ്ങി അല്ലേ. നമ്മളുടെ ഒരു കാഴ്ചപ്പാട്, ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ സ്വപ്നങ്ങൾ ഇതെല്ലാം വളരാൻ തുടങ്ങി. ആ ഒരു വളർച്ചയെ മീറ്റ് ചെയ്യാൻ ഡൊമസ്റ്റിക് ഫണ്ടിങ് അത്ര പോരാ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. അതായത് ഡൊമസ്റ്റിക് ഫണ്ടിങ് കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, ഈ പറയുന്ന നമ്മുടെ ഡ്രീംസ് എല്ലാം അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വന്നതോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷനും കൂടി ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു നമ്മുടെ സ്വന്തം ഫണ്ട് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഫണ്ട് മതിയാവില്ല എന്നും ഫോറിൻ ഫണ്ട് ഒരു നെസസിറ്റിയായി മാറുകയും ചെയ്യുന്നത്. ഈ ഒരു ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ്, അതായത് ഡൊമസ്റ്റിക് ഫണ്ട് മാത്രം പോരാ അല്ലെങ്കിൽ നാഷണൽ ഫണ്ട് മാത്രം പോരാ, നമുക്ക് ഫോറിൻ ഫണ്ടും വേണം എന്ന് പറയുന്ന ആ ഒരു ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് 2 ഡോക്യുമെൻറ്റ്സിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ആ 2 ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് എക്കണോമിക്സ് പ്രോഗ്രാം കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ടും അതുപോലെ ഇൻഡസ്ട്രിയൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗവൺമെൻറ്റും ആണ്. ഈ ഒരു 2 റിപ്പോർട്ട് നോക്കിയാൽ ഇന്ത്യയുടെ ആ ഒരു ഡൊമസ്റ്റിക് ഫണ്ടിങ്ങിൽ നിന്നും ഇൻ്റർനാഷണൽ ഫണ്ടിങ്ങിലേക്കുള്ള ആ ഒരു ചേഞ്ച് ഇൻ അപ്രോച്ച് നമുക്ക് വ്യക്തമാണ്. ഇതിൽ ഈ എക്കണോമിക്സ് പ്രോഗ്രാം കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ റിപ്പോർട്ടാണ്. അതായത് ഇന്ത്യ ആദ്യം ഭരിച്ചിരുന്ന ആ ഒരു ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ടാണ്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ടിൽ തന്നെ നമ്മൾ എങ്ങനത്തെ ഭാവം കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ആ ഒരു ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ്, അതായത് ഡൊമസ്റ്റിക് ഫണ്ടിങ് പോരാ, നമുക്ക് ഇൻ്റർനാഷണൽ ഫണ്ടിങ് ആവശ്യമാണ് എന്നുള്ളൊരു ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദെൻ ഇന്ത്യസ് അപ്രോച്ച് ടുവേർഡ്സ് എക്സ്റ്റേണൽ ക്യാപിറ്റൽ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 phases. ഈ ഒരു നമ്മുടെ ആ ഒരു ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡിനെ നമുക്ക് 3 phases ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോറിൻ എയ്ഡ്സിനായിരുന്നു. ഫോറിൻ എയ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വേൾഡ് ബാങ്കിൽ നിന്നും കടം എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഫണ്ടിങ് അത് സ്വീകരിക്കുക. പിന്നെ നമുക്ക് ഏതൊക്കെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും
അങ്ങനെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേൾഡ് ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് പോലെയുള്ള ബാങ്കുകളിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളൊരു രീതിയായിരുന്നു ആദ്യം നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഗവൺമെൻറ് തന്നെ ഈ പറയുന്ന ഫണ്ട് റേസ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ആദ്യം അങ്ങനെയാണ് നമ്മുടെ പല ഇൻഫ്രാസ്ട്രക്ചറും നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴും നമ്മുടെ പല പ്രൊജക്റ്റുകളും നമ്മൾ ഫണ്ട് ചെയ്യുന്നത് വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടിയും ADB ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ ആ ഒരു അപ്രോച്ചായിരുന്നു നമ്മൾക്ക് ആദ്യമായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു അപ്രോച്ചിൽ നമുക്ക് മനസ്സിലായി ഇതൊക്കെ റീപേയ്മെൻറ്റ് എന്ന് പറയുന്ന വലിയൊരു ബേർഡൻ നമ്മുടെ മുമ്പിൽ വരും എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായി. കാരണം ഈ കടം എടുത്താൽ മാത്രം പോരല്ലോ. അപ്പോൾ വേൾഡ് ബാങ്കിൽ നിന്ന് നമ്മൾ വളരെ ലോ ഇൻട്രസ്റ്റ് റേറ്റിലാണ് നമുക്ക് കടം കിട്ടുന്നത്. പക്ഷേ എന്നാലും ഇത് റീപേ ചെയ്യാനുള്ളൊരു ബാധ്യത നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് വരാൻ തുടങ്ങി. പിന്നെ സെക്കൻഡ് ഫേസ്, അതായത് ഈ കടം എടുക്കുന്നത് നിർത്താം, അല്ലെങ്കിൽ ഒഫീഷ്യലി ഇങ്ങനെ വെറുതെ കടം എടുത്ത് കൂട്ടണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വരികയും അങ്ങനെ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഫേസിലേക്ക് പോവുകയും ചെയ്തു. ഈ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് കമേഴ്ഷ്യൽ ലോൺസ് എടുക്കുക എന്നുള്ള രീതിയാണ്. അതായത് ഫോറിൻ ബാങ്കുകളിൽ നിന്നും അതുപോലെ NRIകളിൽ നിന്നുമൊക്കെ നമ്മൾ കമേഴ്ഷ്യൽ ബോറോയിങ് നടത്തുക എന്നുള്ളതാണ് ഈ സെക്കൻഡ് ഫേസിൽ വരുന്നത്. തേർഡ് ഫേസാണ് ഏറ്റവും ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഫേസ്. ഈ ഒരു ഫേസിലാണ് നമ്മൾ എന്ത് സ്വീകരിക്കാൻ തുടങ്ങിയത്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇതെല്ലാം നമ്മൾ ഈ ഒരു തേർഡ് ഫേസിലാണ് നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങിയത്. ഒരു തേർഡ് ഫേസ് ആകുമ്പോഴേക്കും തന്നെ നമ്മൾ ADR, GDR പോലെയുള്ള പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സിലൂടെ നമ്മൾ ഫണ്ട് റേസ് ചെയ്യാനൊക്കെ തുടങ്ങി. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിന് ഒരുപാട് ലിബറലൈസ്ഡ് ആയിട്ടുള്ള നോംസ് നമ്മൾ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു തേർഡ് ഫേസ് എന്ന് പറയുന്നതാണ് ഏറ്റവും റാപ്പിഡായിട്ട് ഫോറിൻ ക്യാപിറ്റൽ ഇൻഫ്ലോസ് ഇന്ത്യയിലേക്ക് സംഭവിച്ച ഒരു ഫേസ്. ഇനി ഫോറിൻ ക്യാപിറ്റൽ ഫ്ലോവിനെ കുറിച്ച് ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ 1951 5 ഇയർ പ്ലാനാണ്. ദെൻ ഇവിടെ ഈ ഒരു 5 ഇയർ പ്ലാനിൽ ഗവൺമെൻറ് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി ഇന്ത്യയിലേക്ക് വരുന്ന വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വരുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഒരു 3 അഷ്വറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വരുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഒരു 3 അഷ്വറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ അഷ്വറൻസ് എന്ന് പറയുന്നത് there will be no discrimination between foreign and Indian undertaking in application of general industrial policy. അതായത് ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഏതെല്ലാം നിയമങ്ങൾ ബാധകമായിരിക്കുമോ അതെല്ലാം ഫോറിൻ കമ്പനിക്കും ബാധകമായിരിക്കും. വൈസ് വേഴ്സ, ഒരു ഫോറിൻ കമ്പനിക്ക് എന്തൊക്കെ പോളിസീസ് ബാധകമാണോ, അല്ലെങ്കിൽ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഡസ്ട്രിയൽ പോളിസീസ് ബാധകമാണോ ആ എല്ലാ ഇൻഡസ്ട്രിയൽ പോളിസീസും ഒരു ഇന്ത്യൻ കമ്പനിക്കും ബാധകമാവും. അതായത് അവിടെ എന്തില്ല, ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ ഫോറിൻ കമ്പനി എന്ന് പറയുന്ന ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ റീസണബിൾ ഫെസിലിറ്റീസ് വിൽ ബി ഗിവൺ ഫോർ റെമിറ്റൻസ് ഓഫ് പ്രോഫിറ്റ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രോഫിറ്റ് അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ഹോം കൺട്രിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് ആ സമയത്ത് നിലവിൽ നിൽക്കുന്ന ഫോറിൻ എക്സ്ചേഞ്ച് പ്രൈസസിൻ്റെ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് പൊസിഷൻസിൻ്റെ ബേസിസിലായിരിക്കും. അപ്പോൾ ഫേവറബിൾ ആയിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് പൊസിഷൻ ആണെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് ഹോം കൺട്രിയിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ സമ്മതിക്കും. ഇനി അതല്ല, ഫോറിൻ എക്സ്ചേഞ്ച് പൊസിഷൻ വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അത്രയും പ്രോഫിറ്റ് ഹോം കൺട്രിയിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അപ്പോൾ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് പൊസിഷൻ്റെ ബേസിസിലാണ് ഈ ഫോറിൻ കമ്പനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് അവരുടെ ഹോം കൺട്രിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിനെ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഇൻ ദ ഇവൻ്റ് ഓഫ് നാഷണലൈസേഷൻ, ഇനി ഗവൺമെൻറ്റിന് തോന്നുകയാണ് ഈ പ്രൈവറ്റ് സെക്ടേഴ്സിനെ എല്ലാം എന്ത് ചെയ്യുക, ഗവൺമെൻറ് പബ്ലിക് സെക്ടേഴ്സായിട്ട് മാറ്റുക. പ്രൈവറ്റ് സെക്ടേഴ്സിനെ പബ്ലിക് സെക്ടറാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്, നാഷണലൈസേഷൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടിയ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു നാഷണലൈസേഷൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഒരുപാട് ബാങ്കുകൾ നാഷണലൈസ്ഡ് ആക്കി, അതുപോലെ ഇൻഷുറൻസ് കമ്പനികളെല്ലാം നാഷണലൈസ്ഡ് ആക്കി. അപ്പോൾ ഒരു നാഷണലൈസേഷൻ്റെ ഒരു വേവ് ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇൻ കേസ് ഈ ഫോറിൻ കമ്പനിയെ നമ്മൾ നാഷണലൈസ് ചെയ്യുകയാണ് എങ്കിൽ അവർ അർഹതപ്പെടുന്ന കോമ്പൻസേഷൻ കൊടുത്തോളാം എന്ന് പറയുന്ന ഒരു പോയിൻറ്റും കൂടെ, അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയയും കൂടെ അതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 3 അഷ്വറൻസ് ഇന്ത്യൻ ഗവൺമെൻറ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴേ കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൻ്റെ സമയത്ത് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു.
During the third phase, that is from 1960, the government adopted more liberal attitude towards foreign capital. അതായത് നമുക്ക് മനസ്സിലായി ഈ ഫോറിൻ ക്യാപിറ്റൽ ഇല്ലാതെ ഒരുപാട് കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ 1960s ആയപ്പോൾ തന്നെ, അതായത് ഇൻഡിപെൻഡൻസ് കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് എന്ത് ക്ലിയറായി, ഫോറിൻ ക്യാപിറ്റൽ ഇല്ലാതെ അധികം ഡെവലപ്മെൻറ്റ് പോസിബിൾ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. Then government acting upon as per the orders of World Bank devalued the rupee and made several changes in order to encourage private sector investment. അതായത് ഇന്ത്യയുടെ ഈ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷമുള്ളൊരു കാലഘട്ടത്തിൽ ഇന്ത്യക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ എക്കണോമി ഒരു ഡൗൺവേർഡ് ട്രെൻഡിലായിരുന്നു. അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എപ്പോഴും ഡെഫിസിറ്റിലായിരുന്നു. അപ്പോൾ ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേൾഡ് ബാങ്ക് ഇന്ത്യക്ക് നൽകിയ ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു നമുക്ക് റുപ്പിയുടെ വാല്യൂ കുറയ്ക്കുക എന്നുള്ളത്, അതായത് ഡിവാലുവേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി. അപ്പോൾ ഡിവാലുവേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി സംഭവിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇമ്പോർട്ടുകൾ നമ്മൾ കുറയ്ക്കും. ഇമ്പോർട്ടുകൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറയ്ക്കുമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇമ്പോർട്ട്സ് വിൽ ബിക്കം കോസ്റ്റ്ലിയർ. ഒരുപാട് കാശ് കൊടുത്താൽ മാത്രമേ നമുക്കൊരു പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വരും. കാരണം ഈ റുപ്പിയുടെ മൂല്യം കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ റുപ്പിയുടെ മൂല്യം കുറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കാശ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് തോന്നും, അധികം ഒന്നും ഇമ്പോർട്ട് ചെയ്യേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇമ്പോർട്ടിനെ റെസ്ട്രിക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഇമ്പോർട്ടിനെ മിനിമൈസ് ചെയ്യുകയും പിന്നെ ഒരു പരിധിവരെ എക്സ്പോർട്ടിനെ എൻകറേജ് ചെയ്യാനും വേണ്ടിയിട്ടാണ് വേൾഡ് ബാങ്ക് എന്ത് പറഞ്ഞത്, ഇന്ത്യയോട് റുപ്പിയുടെ വാല്യൂ ഡിവാല്യൂ ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നടക്കുന്നത് ഒരു 1991 ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഡിവാലുവേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പിയൊക്കെ നടന്നത്. ആ ഒരു സമയത്തായിരുന്നു ഇന്ത്യ ഏറ്റവും കൂടുതൽ എന്ത് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസിക്വിലിബ്രിയം, ഒരു ഡെഫിസിറ്റ് ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആയിരുന്നു ഇന്ത്യക്ക് ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. ദെൻ ഈ എക്കണോമിക് റീഫോംസ് ഒക്കെ അഡോപ്റ്റ് ചെയ്തപ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഫോറിൻ ക്യാപിറ്റലൊക്കെ നല്ല രീതിയിൽ ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി. കാരണം ലിബറലൈസേഷൻ പോളിസീസൊക്കെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് ഇന്ത്യയിലെ വരണമെന്നും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം തോന്നാൻ തുടങ്ങി. അതുപോലെ ഇന്ത്യയുടെ പ്രൈമറി മാർക്കറ്റിലും സെക്കൻഡറി മാർക്കറ്റിലും ഒക്കെ അവർ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അവരുടെ ഫണ്ടൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യക്ക് ആ ഒരു എയ്ഡ് ഡിപ്പെൻഡൻസിൽ നിന്നും ഒരു ഇൻഡിപെൻഡൻസ് കിട്ടി. അപ്പോൾ എയ്ഡ് ഡിപ്പെൻഡൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും വേൾഡ് ബാങ്കിൻ്റെ ദയയ്ക്ക് വേണ്ടി കാത്തു നിൽക്കാതെ, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ ദയയ്ക്ക് വേണ്ടി കാത്തു നിന്ന് ഫണ്ട് സ്വരൂപിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഫണ്ട് റേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇന്ത്യ മാറാൻ തുടങ്ങി. അതാണ് ഈ ഡിപ്പെൻഡൻസ് ഓൺ എയ്ഡ് ഹാസ് വാനിഷ്ഡ് എന്ന് പറയുന്നത്. അതായത് വേൾഡ് ബാങ്കിൻ്റെ ദയയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആ ഒരു സാഹചര്യം നമ്മുടെ മാറി നമുക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ ADR GDR പോലെയുള്ള ഫണ്ടിങ് പോസിബിലിറ്റീസും ഒക്കെ ഇന്ത്യയുടെ മുമ്പിൽ തുറക്കപ്പെട്ടു ആഫ്റ്റർ ദ അഡോപ്ഷൻ ഓഫ് എക്കണോമിക് റീഫോംസ്. പിന്നെ ഇന്ത്യ ഈ പറയണ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറച്ചും കൂടെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറച്ചും കൂടെ ഇന്ത്യയിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻസെൻറ്റീവ്സും ടാക്സ് ബെനിഫിറ്റ്സ്, ടാക്സ് കൺസെഷൻസ്, പിന്നെ അവർക്ക് ഇവിടെ സ്ഥലം നമ്മൾ അക്വയർ ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുക, രജിസ്ട്രേഷൻ നോംസൊക്കെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ആക്കുക, അങ്ങനെ നമ്മൾ ഒരുപാട് കൺസെഷനും ഒരുപാട് ഈ പറയുന്ന ഇൻസെൻറ്റീവ്സും എല്ലാം കൊടുത്തതോടുകൂടി കൂടുതൽ ഫോറിൻ ക്യാപിറ്റൽ ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി. ദെൻ ഇന്ത്യാസ് അബണ്ടൻറ്റ് ആൻഡ് ഡൈവേഴ്സിഫൈഡ് നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ ഇതൊന്നും ഈ ഫോറിൻ ക്യാപിറ്റൽ ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു കാരണം നമ്മൾ പറഞ്ഞു, ഈ നമ്മുടെ ലിബറലൈസേഷൻ പോളിസിയാണെന്ന് പറഞ്ഞു. അതുകൂടാതെ ഇന്ത്യയിലേക്ക് ഈ ഫോറിൻ ക്യാപിറ്റൽ ഫ്ലോ വരാനുള്ള വേറെ കാരണം പറയുന്നുണ്ട്, നമ്മുടെ ഒരു സൗണ്ട് എക്കണോമിക് പോളിസി, അതുപോലെ നമുക്ക് അബണ്ടൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, ദെൻ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള മാർക്കറ്റ് കണ്ടീഷൻ ഉണ്ട്. ഫേവറബിൾ ആയിട്ടുള്ള മാർക്കറ്റ് കണ്ടീഷൻ ഉണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മെജോറിറ്റി ഓഫ് ദി ഇന്ത്യൻ പോപ്പുലേഷൻ അറ്റ് ദ ടൈം ഓഫ് ലിബറലൈസേഷൻ വാസ് യൂത്ത്. അതായത് യൂത്താണ് കൂടുതലായിട്ടും ഇന്ത്യൻ പോപ്പുലേഷനിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്, അല്ലെങ്കിൽ ഒരു ബൂമിംഗ് ആയിട്ടുള്ളൊരു മാർക്കറ്റായിരുന്നു. പിന്നെ ഇവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഹൈലി സ്കിൽഡാണ്. അപ്പോൾ അതെല്ലാം ക്യാപിറ്റലൈസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഇന്ത്യയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഫോറിൻ കൺട്രീസിൽ നിന്നും വരാൻ തുടങ്ങിയത്. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് ലിബറലൈസേഷൻ കുറച്ചും കൂടെ ഫോറിൻ ക്യാപിറ്റൽസിന് ഇന്ത്യയിലേക്ക് വരാനുള്ളൊരു സാഹചര്യം കൂട്ടി വന്നു. അതായത് ആദ്യമൊക്കെ ഒരു 40% അലൗ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് 49% എന്നുള്ള ക്യാപ്പിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അത് 60 ആയി, 75 ആയി,
ഇപ്പോൾ പല സെക്ടേഴ്സിലും 100% FDI വരെ അലൗവബിൾ ആണ്. അപ്പോൾ ഫേസ് ബൈ ഫേസ് ആദ്യം ഒരു 40% എന്ന് ഇന്ത്യ പറഞ്ഞുവെങ്കിലും ഫേസ് ബൈ ഫേസ് ആയിട്ട് ഓരോ സെക്ടേഴ്സിലും 100% വരെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അലൗ ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ലിബറലൈസേഷൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അറിയാം, പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു ഡിഫൻസിൽ FDI അലൗ ചെയ്യില്ല എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഡിഫൻസിൽ വരെ FDI കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അത്രയും നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ലിബറലൈസ്ഡ് ആണ് എന്നാണ് പറയുന്നത്. ദെൻ ഈ രംഗരാജൻ കമ്മിറ്റിയാണ് ആദ്യമായിട്ട് ഈ ഒരു ലിബറലൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നത്. അതായത് കൂടുതൽ ക്യാപിറ്റൽ ഇൻഫ്ലോസ്, ഫോറിൻ ക്യാപിറ്റൽ ഇൻഫ്ലോസിന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രംഗരാജൻ കമ്മിറ്റി എന്ത് പറഞ്ഞത്, ക്യാപിറ്റൽ അക്കൗണ്ട് ലിബറലൈസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ട് ലിബറലൈസ് ചെയ്തപ്പോൾ ഓരോ സെക്ടേഴ്സിലേക്കും കൂടുതൽ ഇപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിലായാലും മെഡിക്കൽ ഫാർമസി സെക്ടറായാലും സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ സെക്ടേഴ്സ് ആയാലും എഡ്യൂക്കേഷൻ സെക്ടേഴ്സിലായാലും ഇങ്ങനെ പല ഹെൽത്ത് സെക്ടറിലായാലും ഇങ്ങനെ പല സെക്ടേഴ്സിലേക്കും എന്ത് വരാൻ തുടങ്ങി, കൂടുതൽ ക്യാപിറ്റൽ ഇൻഫ്ലോസ് വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒരു 10%, പിന്നെ അതിനെ ഇൻക്രീസ് ചെയ്ത് ഒരു 25%, പിന്നെ ഇൻക്രീസ് ചെയ്ത് 40%, അങ്ങനെ ഓരോ സെക്ടറിലും ഇൻക്രീസ് ചെയ്ത് ഇപ്പോൾ 100%, ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടേഴ്സിലൊക്കെ 100% വരെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അലൗ ചെയ്യുന്ന അത്രയും രീതിയിൽ എന്ത് ലിബറലൈസ്ഡ് ആയി, ക്യാപിറ്റൽ അക്കൗണ്ട് ലിബറലൈസ്ഡ് ആയി. ക്യാപിറ്റൽ അക്കൗണ്ട് ലിബറലൈസ് ചെയ്തതുപോലെ തന്നെ രംഗരാജൻ കമ്മിറ്റി പറഞ്ഞ വേറൊരു നിർദ്ദേശമാണ് കറണ്ട് അക്കൗണ്ടിനെയും കൂടെ ലിബറലൈസ് ചെയ്യണമെന്ന്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ലിബറലൈസ് ചെയ്തപ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് ഡെറ്റ് ഫണ്ടിങ്ങിൽ നിന്നും എന്തിലേക്ക് മാറി, ഇക്വിറ്റി ഫണ്ടിങ്ങിലേക്ക് മാറി. അതായത് പണ്ട് നമ്മൾ മെയിൻലി ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബോണ്ടുകളിലൂടെ ആയിരുന്നു, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിലൂടെ ആയിരുന്നു നമ്മൾ മെയിനായിട്ട് ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറി ഇക്വിറ്റിയിലൂടെ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിട്ടത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്യാപിറ്റൽ ഇൻഫ്ലോസിൻ്റെ ശ്രദ്ധ തിരിച്ചുവിട്ടത് രംഗരാജൻ കമ്മിറ്റിയുടെ വേറൊരു പ്രസക്ത കോൺട്രിബ്യൂഷനാണ്. പിന്നെ ഇന്ത്യയിലത്തെ ഒരു ഫണ്ടിങ് എന്ന് പറയുന്നതിൽ ഒരു മേജർ കോൺട്രിബ്യൂഷൻ വരുന്നത് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിൻ്റെ കോൺട്രിബ്യൂഷനാണ്. നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിൻ്റെ ഒരു ഫണ്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ത്രൂ ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് അക്കൗണ്ട്. ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു FD ആണ്, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് മെയിൻറ്റെയിൻഡ് ബൈ എ നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യൻ ബാങ്ക്. ഇന്ത്യൻ ബാങ്കിൽ ഒരു നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ അല്ലെങ്കിൽ NRI ഒരു ഇന്ത്യൻ ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ ഒരു ബാങ്കിൽ, ഇന്ത്യൻ ബാങ്കിൽ നിന്നില്ല, ഇന്ത്യയിലത്തെ ഒരു ബാങ്കിൽ ഒരു നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു FD അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഈ ഒരു FDയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മളൊരു ബാങ്കിൽ FD ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിനോമിനേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പി ആയിരിക്കും. പക്ഷേ ഈ ഒരു നോൺ റെസിഡൻറ്റിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ അത് ഫോറിൻ കറൻസിയിലാണ്. അതുപോലെ തന്നെ NRI ഇന്ത്യൻ ബാങ്ക്സിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വേറൊരു അക്കൗണ്ടാണ് നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ റുപ്പി അക്കൗണ്ട്. ഇത് സേവിങ്സ് അക്കൗണ്ട് ആവാം, അല്ലെങ്കിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആവാം, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആവാം, ഏത് രീതിയിലുള്ള അക്കൗണ്ട് വേണമെങ്കിലും ആവാം. പക്ഷേ ഈ ഒരു അക്കൗണ്ടിൻ്റെ പ്രത്യേകത, അതായത് ഈ രണ്ടാമത്തെ നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ റുപ്പി അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കറൻസി ഡിനോമിനേഷൻ എന്ന് പറയുന്നത്, അതായത് അക്കൗണ്ട് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുക ഇന്ത്യൻ റുപ്പിയിൽ ആയിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ഫോറിൻ കറൻസിയിലായിരിക്കും FD മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. രണ്ടാമത് പറഞ്ഞതിൽ ഈ ഒരു അക്കൗണ്ട്, അതായത് സേവിങ്സ് അക്കൗണ്ട് ആവാം, RD ആവാം, അല്ലെങ്കിൽ FD ആവാം, ഈ അക്കൗണ്ടുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് റുപ്പി ഡിനോമിനേഷനിലായിരിക്കും. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു റോളാണ് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സിറ്റുവേഷനിലും ലിബറലൈസേഷൻ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും, ഈ 3 രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനും ഒരുപാട് ലിബറലൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെയും ഡെറ്റ് ഫ്ലോസ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ ഡെറ്റ് ഫ്ലോസിൽ നിന്നും പ്രൈവറ്റ് ഡെറ്റ് ഫ്ലോസിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇന്ത്യയിലേക്ക് എന്ത് വന്നുകൊണ്ടിരിക്കുന്നത്, ഫോറിൻ ക്യാപിറ്റൽ ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഫോറിൻ ക്യാപിറ്റൽ ഇൻഫ്ലോസ് എന്ന് പറയുന്നത് വളരെയധികം ഇപ്പോൾ ലിബറലൈസ്ഡ് ആണ്.
ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഫണ്ട് വേണം. അത്രയും ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡ്രീം പ്രകാരമുള്ള ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറൽ റിക്വയർമെൻറ്റ്സും എല്ലാം നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുള്ളൂ.